നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്രമിച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഉന്നത കമാൻഡർ ഹുസൈൻ സലാമിയാണ് ഇരു രാജ്യങ്ങൾക്കും താക്കീത് നൽകിയിരിക്കുന്നത്. ഇറാൻ വിരുദ്ധ സഖ്യം ശക്തമാകുന്നതിന്റെ മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഗൾഫ് പര്യടനം ആരംഭിക്കാതിരിക്കെയാണ് ഇറാന്റെ ഈ പ്രസ്താവന എന്നത് ഏറെ ആശങ്ക പുലർത്തുന്നു. സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ മരണത്തിന്റെ 40ാം ദിനാചരണ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മേജർ ജനറൽ ഹുസൈൻ സലാമി. ചെറിയ അബദ്ധം ചെയ്താൽ പോലും US-നും ഇസ്രായേലിനുമെതിരെ പ്രത്യാക്രമണം ഉറപ്പാണെന്നും ഹുസൈൻ സലാമി വ്യക്തമാക്കി. ഖാസിം സുലൈമാനിയുടെ കൊലയ്ക്ക് പകരമായി പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പുറന്തള്ളുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഇറാൻ അനുകൂല മിലീഷ്യയായ ലെബാനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയും താക്കീത് ചെയ്തു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പദ്ധതി തള്ളിയ ഫലസ്തീൻ സംഘടനകളുടെ നിലപാട് ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയും പൂർണ്ണ പിന്തുണ അറിയിച്ചു. അധിനിവേശിത പ്രദേശങ്ങളിൽ കടന്നുകയറാൻ ഇസ്രായേലിന് അനുമതി നൽകുന്ന പദ്ധതിക്കെതിരെ മുസ്ലിം അറബ് ലോകം ഒരുമിച്ച് നിൽക്കണമെന്നും ഖമനയി ആഹ്വാനം ചെയ്തു. ഇറാനെതിരെ നിയമവിരുദ്ധ യുദ്ധം തടയുന്ന പ്രമേയം US സെനറ്റ് പാസാക്കിയ നടപടിയെ തെഹ്റാൻ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന് സൈന്യത്തെ വിന്യസിക്കുന്നത് പ്രമേയത്തിൽ വിലക്കുന്നുണ്ട്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സൈനികാധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന പ്രമേയം ജനപ്രതിനിധി സഭയായ കോൺഗ്രസ് പാസാക്കിയിരുന്നു. ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ മാത്രമേ ഇനി അമേരിക്കൻ പ്രസിഡന്റ് അനുമതിയില്ലാതെ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കൂ. ഇത്തരത്തിൽ ആശങ്കകളും പിരിമുറുക്കങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ പ്രവാസികൾ ഏവരും ആശങ്കയിലാണ്. കാരണം ഒരു യുദ്ധം ഇനി ഉണ്ടായാൽ തന്നെ അത് സാരമായി ബാധിക്കുന്നത് ഗൾഫ് മേഖലകളെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.